ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ നമുക്ക് നല്ലൊരു റിക്കവറി പ്ലസ് നല്ലൊരു റാലി, ബാങ്ക് നിഫ്റ്റി നല്ലൊരു റാലി എന്ന ദിവസമായിരുന്നു. കുറേ നാള് ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് നമുക്കൊരു കൺസൾട്ടേഷനിലായിരുന്നു ബാങ്ക് നിഫ്റ്റി. അവിടെ നിന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു. പിന്നെ നമ്മുടെ സപ്ലൈ സോണിൽ വന്നിട്ട് ഒരു ചെറിയ ഒരു സപ്പോർട്ട് എടുത്തു. ആദ്യം അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ദെൻ അവിടെ സപ്പോർട്ട്, മൾട്ടിപ്പിൾ സപ്പോർട്ട് സോണിലാണ് എടുത്തത്. സപ്പോർട്ട് സോൺ മീൻസ് സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തു, പിന്നെ അത് സപ്പോർട്ടായിട്ട് വന്നു. അങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ഇന്ന് ശരിക്കും ഔട്ട് പെർഫോം ചെയ്തത്. ആൻഡ് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു, ബട്ട് ലാസ്റ്റ് നമുക്കൊരു ബ്രേക്ക് ഔട്ട്, ഒരു 80H നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ന്യൂ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇന്ന് മാർക്കറ്റിന്റെ ഓവറോൾ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ദെൻ ഇനി നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റി എക്സ്പയർ ഒക്കെ ഉണ്ട്. ഇന്ന് ആക്ച്വലി നമ്മൾ പ്രത്യേകിച്ച് വേറെ ട്രേഡ്സ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല. കുറച്ചൊരു ബുള്ളിഷ് വ്യൂ ഉണ്ടായിരുന്നു, ബട്ട് നമുക്ക് എക്സാക്ട് ഒരു പോയിന്റിൽ ആയതുകൊണ്ട് എക്സ്പയറി ട്രേഡിന് എന്ന് നോക്കിയില്ല. നാളെ നമുക്ക് നല്ല എക്സ്പയറി ഉണ്ടെങ്കിൽ, അതോടൊപ്പം നാളെ ശ്രദ്ധിക്കേണ്ടത്, നാളെ നമുക്ക് ഒരു നാളെ രാത്രി US ഒരു FOMC മിനിറ്റ്സ് ഉണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക, ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഇവന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ മിക്കവാറും ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് എങ്ങനെയാണ് നമുക്ക് FIDA ഡാറ്റ എന്ന് വന്നേക്കണമെന്ന് നോക്കണം. ആൻഡ് അതോടൊപ്പം തന്നെ മാർക്കറ്റിന്റെ ഒരു OI അനാലിസിസും കൂടി എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാകും എന്നും കൂടി നോക്കാം. അപ്പൊ എല്ലാവരും ഫുള്ളായിട്ട് എപ്പോഴും കാണാൻ ശ്രമിക്കുക. ആൻഡ് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിഫ്റ്റിയുടെ 1 ഡേ ചാർട്ടാണ്. നിഫ്റ്റി നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗിൽ നിന്ന് ചെറിയൊരു എന്താ പറയാ, നമ്മുടെ ഈ സെന്റർ ലൈൻ, നമ്മുടെ ഓവറോൾ നമ്മുടെ ഒരു ചാനലായിരുന്നു ഇത്. ആ ചാനലിൽ നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം. ആൻഡ് ആ ചാനലിൽ തന്നെയായിരുന്നു സ്റ്റിൽ നിഫ്റ്റി ഇന്ന് ഫസ്റ്റ് ഹോൾഡ് ചെയ്ത് സപ്പോർട്ട് എടുത്തത്. ദെൻ സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നു. സ്ട്രാഡൽ ഫോർമേഷൻ 22,100 എന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് നിഫ്റ്റി ഇന്ന് ആ സ്ട്രാഡൽ ഫോർമേഷനിൽ തന്നെയായിരുന്നു നിന്നത്. ദെൻ സപ്ലൈ സോണിന്റെ അവിടെ തന്നെ റിജക്ഷൻ വന്നു. ദെൻ അവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് വന്നു. ബ്രേക്ക് ഔട്ട് വന്നിട്ടും സ്റ്റിൽ സപ്ലൈ സോണിൽ തന്നെയാണ് നിഫ്റ്റി ഓവറോൾ ഇന്ന് അവസാനിച്ചേക്കുന്നത്. നിഫ്റ്റി ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആണെന്ന് പറയാം, വിത്ത് പോസിറ്റീവ് ബയാസ് ആയിരുന്നു എന്ന് മാത്രം. സൈഡ് വേസ് ആയിട്ട് തന്നെ ഒരു പോസിറ്റീവിലായിരുന്നു നിഫ്റ്റി ഇന്ന് പോയത്. അതാണ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിൽ നമുക്ക് ഇന്ന് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കൊരു ബുള്ളിഷ്, ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ബുള്ളിഷ് കിട്ടി. ദെൻ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡേയിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ലെവൽ ഇതായിരുന്നു. ഇവിടെയായിരുന്നു നമുക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നത്. നമുക്ക് ബാക്കിലേക്ക് വെച്ച് പോയാൽ കാണാം. ഓൾറെഡി നമ്മൾ അത് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തായിരുന്നു. ആ കൺസോൾട്ടേഷൻ, ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഇന്ന് നമുക്ക് ബ്രേക്ക് ചെയ്തതായിട്ടും കാണാം. അത് ബ്രേക്ക് ചെയ്തു, ആ കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തു. ദെൻ സപ്ലൈ സോണിൽ പിന്നെ നമുക്ക് നല്ല മൾട്ടിപ്പിൾ സപ്പോർട്ട് എടുത്തു, ബ്രേക്ക് ചെയ്തു. 47ന്റെ റെസിസ്റ്റൻസ് സ്റ്റിൽ ഹോൾഡിംഗ് ആയിരുന്നു, ബ്രേക്ക് ചെയ്തു, സപ്പോർട്ട് എടുത്തു, പിന്നെയും അവിടുന്ന് പുൾ ചെയ്യാൻ നോക്കി. ദെൻ കുറെ കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായി. ദെൻ പിന്നെ നമുക്കൊരു പുൾ ഡൗൺ താഴേക്ക് കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് നമുക്ക് എന്താക്കണം, ഒരു മേളിലേക്ക് ഒരു റാലി, ഒരു ബ്രേക്ക് ഔട്ട് തന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ബാങ്ക് നിഫ്റ്റി അനാലിസിസ് പറയണം. കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ബുള്ളിഷ് സെന്റിമെന്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ബട്ട് നിഫ്റ്റിക്ക് നമുക്ക് അത്രയും ബുള്ളിഷ് ഉണ്ടായിട്ടില്ല. അതിന്റെ റീസൺ നമുക്ക് നോക്കാം. ബിക്കോസ് നിഫ്റ്റിയിൽ അത്രയും ഒരു ബുള്ളിഷ് അല്ലായിരുന്നു, ആൻഡ് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബട്ട് നിഫ്റ്റിയാണ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതും കൂടി ആലോചിക്കുക. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബാക്ക് തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് ഇൻട്രാഡേ നമുക്ക് OI അനാലിസിസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നാളത്തെ റേഞ്ച് നോക്കണം. വൺസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമുക്ക് സ്ട്രാഡിലായിരുന്നു നമ്മൾ ഇന്നലെ 46,500 പറഞ്ഞത്. ആൻഡ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മേളിലേക്ക് തന്നെയാണ്, വിത്ത് സപ്ലൈ സോൺ ഉണ്ടായിരുന്നില്ല അവിടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് നിൽക്കുന്നത് 47,000 ആണ്. ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ
അടുത്ത റേഞ്ചിലേക്ക് അത് പോകും. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യങ്ങളും കൂടി നമ്മൾ പ്രൈസ് ആക്ഷനിൽ വെച്ചിട്ടും പ്ലസ് OA കൂടി വെച്ച് നോക്കുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കാൻ നോക്കാം. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്കുള്ള OA നോക്കാം. ഞാൻ നിഫ്റ്റിയുടെ OA ചാർട്ടാണ് വീക്കിലിയിലുള്ളത്. നമുക്ക് പുട്ട് ബിൽഡിംഗ് മാത്രമേ കാണുന്നുള്ളൂ ആൻഡ് കോൾസ് നമുക്ക് സ്റ്റിൽ ലെസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് 22,100 തന്നെയാണ്. ഞാൻ 22-ൽ ഒരു ചെറിയ രീതിയിലുള്ള സ്ട്രാഡിൽ ഫോർമേഷൻ ആയി വന്നേ ഉള്ളൂ. ആൻഡ് മാക്സിമം സപ്പോർട്ട് 22,000 ആണ്. സോ നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ കറന്റ് 22,100 തന്നെ വെക്കാം. വിത്ത് സപ്പോർട്ടായിട്ട് തന്നെ വെക്കാം. ഇവിടെ നമുക്ക് സപ്പോർട്ടായിട്ട് വെക്കാം. ദെൻ റെസിസ്റ്റൻസ് ആയിട്ട് കറന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രം 22,500-ലാണ് നല്ല രീതിയിലുള്ളത്. ബാക്കി എല്ലായിടത്തും നല്ല പുട്ട് ബിൽഡിങ്ങും കയറി വരുന്നുണ്ട്. സോ ആൻഡ് 0.9 ആണ് PCR ഇൻഡിക്കേറ്റ് ചെയ്യണത്. സോ ബാങ്ക് നിഫ്റ്റി ഒരു ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസ് പോലെയാണ് കറന്റ് നമുക്ക് തോന്നുന്നത്. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ എവിടെ ഏതൊരു റേഞ്ചിലേക്ക് പോകും എന്നുള്ള കാര്യം നോക്കാം. ആൻഡ് PCR 0.9 ആണ്. പ്ലസിലേക്ക് വന്നിട്ടില്ല. പ്ലസിലേക്ക് വന്നാൽ നമുക്ക് എന്താ പറയുക, നല്ലൊരു റാലി കിട്ടാനുള്ള ചാൻസസ് അവിടെ ഉണ്ട് 1+ വന്നാൽ. സോ അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ടൊന്നും നിഫ്റ്റിയിൽ ഇപ്പോൾ കറന്റ് പറയുന്നില്ല. റെസിസ്റ്റൻസ് നമ്മൾ നാളെ പറയും 22,100 തന്നെ നമ്മൾ എന്താക്കുന്നത്. 22,100 ആണ് നമ്മൾ സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് സ്റ്റിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ദെൻ മാക്സിമം വന്നത് ഇപ്പോൾ കോൾ പുട്ട് സപ്പോർട്ടാണെന്ന് മാത്രം. ദെൻ 22,200-ൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കോൾ വിത്ത് കോൾ, ബട്ട് അത് നാളെ തന്നെ ഗ്യാപ്പ് അപ്പ് വന്നാൽ ഇത് എങ്ങനെയാവുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ അങ്ങനെ നല്ലൊരു ഇത് തന്നെയാണെങ്കിൽ നമുക്കത് ചാനൽ മീൻസ് ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ മിക്കവാറും ഈ സൈഡിലേക്ക് തന്നെ പോകാനുള്ള ചാൻസസ് ആണ് ഹൈലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇന്നത്തെ ഡേ ഹൈ ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഡേ ഹൈ ബ്രേക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇൻട്രാഡേ സോൺസും കൂടി ശ്രദ്ധിക്കാൻ നോക്കുക. സോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ബ്രേക്ക്ഔട്ട് തന്നിട്ടുണ്ട്, അവിടെ നമുക്ക് കോൾ ബിൽഡിംഗ് ഇല്ല. സോ അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് കറന്റ് 22-ൽ നല്ല സപ്പോർട്ടാണ് നിൽക്കുന്നത്. അവിടെ ചെറിയ രീതിയിലുള്ള കോൾ ഓപ്ഷനും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ അതാണ് നിഫ്റ്റിയുടെ ഇത്. ദെൻ ബാങ്ക് നിഫ്റ്റിയാണ് നല്ല രീതിയിൽ റാലി വന്നേക്കുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി അനാലിസിസ് ഒന്ന് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് 47-ലാണ് സ്ട്രാഡിൽ. ഓക്കെ, 46-ൽ നിന്ന് ഇപ്പോൾ 47-ലേക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ വിത്ത് സപ്പോർട്ട് വന്നിട്ടുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് 47,500, ലാർജ് എന്ന് പറയുന്നത് 48-ലാണ്. സോ 47,500 അതിൻ്റെ റെസിസ്റ്റൻസ് സ്ട്രാഡിൽ 47-ലുണ്ട്. ആൻഡ് ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്, ഫ്രണ്ടിലേക്ക് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഒരു നാളെ ഇപ്പോൾ റാലി ഉണ്ടായതുകൊണ്ട് മിക്കവാറും ഒരു കൺസോൾട്ടേഷനിലേക്ക് പോകാൻ ചാൻസസ് കൂടുതലാണ് നാളെ ബാങ്ക് നിഫ്റ്റി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഇപ്പം എന്തായി, ഇവിടെ കൺസോൾട്ടേഷൻ വന്നു വിത്ത് സപ്പോർട്ടാണ്. അത് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. 47+-ലാണ് നിൽക്കുന്നത്. ആൻഡ് 46,500 നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. 46,500 കറന്റ് നല്ലൊരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സപ്പോർട്ട് നമുക്ക് കൂടി. സോ അതിൻ്റെ അർത്ഥം PCR-ഉം മിക്കവാറും കൂടി കാണണം. PCR 1. ഓക്കെ, PCR 1 ആയിട്ടുണ്ട്. സോ കുഴപ്പമില്ല. ഇനീഷ്യലി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മൂവ്മെന്റ് എന്ന് നാളെ നോക്കിയതിന് ശേഷം PCR 1-ന്റെ മേളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ബുള്ളിഷ് ആവാൻ നോക്കുക. ദെൻ നമുക്ക് 47,500-ലാണ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്. 47,500 ആണ് നമുക്ക് ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഇപ്പോൾ കറന്റ് നിൽക്കുന്നത്. സോ 500 റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി എപ്പോഴും റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. സോ അപ്പോൾ അങ്ങനെയാണ്. ഞാൻ സ്ട്രാഡിലാണ് 47-ൽ. നമുക്ക് 46-ൽ നിന്ന് ഇപ്പോൾ 47-ലേക്ക് സ്ട്രാഡിൽ മാറിയിട്ടുണ്ട്. ആൻഡ് ആ സ്ട്രാഡിൽ നമുക്ക് ഫസ്റ്റ് ഡേ നമുക്കിപ്പോൾ ഇന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് മിക്കവാറും ആ സ്ട്രാഡിൽ ഫോർമേഷനോ അല്ലെങ്കിൽ കുറച്ചും കൂടി എവിടെയാണോ കുറച്ചും കൂടി ഇനി നെക്സ്റ്റ് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് നിൽക്കുക, ആ ഒരു റേഞ്ചിലേക്ക് ഒരു കൺസോൾട്ടേഷനിലുള്ള ചാൻസ് കൂടുതലാണ് നാളെ. ബിക്കോസ് ഇന്ന് റാലി ഉണ്ടായത് കൊണ്ട്. ആൻഡ് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാൻ, സോൺ ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു 47,500-ലേക്ക് ഒരു ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്നതാണ്. ആൻഡ് സപ്പോർട്ട് 46,500 ആണ് സ്റ്റിൽ. അപ്പോൾ അതും ശ്രദ്ധിക്കുക. സോ സപ്പോർട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കുറച്ച് എവേ ആയിട്ട് പോകുന്നത്. സോ അപ്പോൾ ഓൾറെഡി നല്ല രീതിയിലുള്ള ബുള്ളിഷാണ്. ഇനി നമുക്ക് ഓൾ മാർക്കറ്റ് നമുക്ക് നോക്കാം. FADA ഡാറ്റ വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഇതിൽ ഇൻഡെസിസീവ് ആണ് കാണുന്നത്. എന്തായാലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ഇട്ട് നോക്കാം. ഓക്കെ, ആൻഡ്
ട്യൂസ്ഡേ. ഓക്കെ. ഇന്ന് നമുക്ക് എഫ് ഐ എസ് ഒരു ബിയറിഷ് സെന്റിമെന്റിലേക്ക് വരുന്നുണ്ട്. എഫ് ഐ എസ് നമുക്ക് എന്താ പറയാ, കോളും അവർ ഡൗൺ ചെയ്തു. മീൻസ് ആൻഡ് പുട്ട് അവർ പുട്ടിലേക്ക് പുട്ട് ലോങ് ചെയ്യുകയും ചെയ്തു, കോളിനെ ഡൗൺ ചെയ്യുകയും ചെയ്തു. ബിക്കോസ് കോളിൽ നിന്ന് അവർ കോൾ ഒഴിവായി ആൻഡ് പുട്ട് നമുക്ക് ഹെവി ആയിട്ടുണ്ട്. സോ അത് രണ്ടും നമുക്ക് എന്താണ് നല്ല ഒരു ബിയറിഷ് സെന്റിമെന്റിനുള്ള ഇനീഷ്യൽ ഒരു ബിയറിഷ് സെന്റിമെന്റ് ആണ് കാണുന്നത്. ബട്ട് നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഒരു ബിൽഡപ്പ് ആണ് കാണുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നമുക്ക് 8,900 ഓൾമോസ്റ്റ് 9,000 ഒരു ബിൽഡപ്പ് കാണാം. ആൻഡ് ഒ ഐ ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കുമ്പോൾ അവിടെ നമുക്ക് സെയിം ഇതാണ് കാണുന്നത്. നമുക്ക് കോളിന്റെ മീൻസ് കോളിൽ നിന്ന് മാറിയിട്ട് പുട്ടിലേക്ക് ലോങ്ങിലേക്ക് പോയിട്ടുണ്ട്. സോ അത് നമുക്ക് ഒരു നെഗറ്റീവ് ആയിട്ടാണ് ഡേയ്സ് നമുക്ക് അത് തരുന്നത്. സ്റ്റിൽ ഇങ്ങനെയുണ്ട്. സോറി, എഫ് ഐ എസ് ആണ്, എഫ് ഐ എസിന്റെ പൊസിഷൻസ് ആണ് കാണുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് ഒരു 54,000 ആയ ബിയറിഷ്നെസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ ബിയറിഷ്നെസ് കുറച്ചു, കോൾ ഓപ്ഷൻസിൽ നമുക്ക് എന്താണ് കുറച്ചൊരു ബിയറിഷ്നെസ് കൂട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ ഫ്യൂച്ചേഴ്സ് മേ ബി ആ ഒരു ലെവലിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ബട്ട് ഓപ്ഷൻസിൽ നമുക്ക് എന്താ പറയുക കുറച്ച് ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൺസോൾട്ടേഷനോ ബിക്കോസ് ഒരു പ്രീമിയം ഡി കെ ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് നാളെ ഓപ്ഷൻസിൽ. സോ അത് ഒന്ന് ശ്രദ്ധിക്കാം. ദെൻ ഇനി നമുക്ക് പ്രോ വെച്ചൊന്ന് നോക്കാം. പ്രോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കോള് നല്ല രീതിയിൽ വന്നു, പുട്ടിനെ താഴേക്ക് വിട്ടിട്ടുണ്ട്. മീൻസ് അവിടെ ബുള്ളിഷാണ് കാണുന്നത്. ബട്ട് ഫ്യൂച്ചേഴ്സിൽ ഒരു നെഗറ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. ഫ്യൂച്ചേഴ്സ് -3,000 നിൽക്കുന്നു. ഇൻഡെക്സ് ഓപ്ഷൻസിൽ പ്രോ ഫ്രണ്ടിലും ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ പ്രോ കുറച്ച് കുറഞ്ഞാണ്, ഇന്നലത്തേലും കുറഞ്ഞിട്ടുണ്ട്. പ്രോയിന്റെ ഒരു നെഗറ്റീവ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ കാണാം. സോ ബോത്ത് അപ്പോൾ എഫ് ഐ ഡി ഐ എന്ന് പറയുന്ന രണ്ടുപേരും മീൻസ് ഒരു ബോത്ത് ആണ്, ഈക്വൽ മൂവ്മെന്റ് അല്ല സ്റ്റിൽ നമുക്ക് കാണുന്നത്. സോ അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക എവിടെയാണ് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടുന്ന എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ബിക്കോസ് ഫാൾസ് ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസസ് കുറവാണ്. അത് നമുക്ക് ഇന്നും കാണാൻ പറ്റി. ഇന്നും നമുക്ക് എന്താ പറയാ, നമ്മൾ ഡേ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ മിക്കവാറും 47 ഒക്കെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒരു ലോങ് ഇത് പോകാൻ നിന്ന് അവിടെ ഫാൾസ് ബ്രേക്ക്ഔട്ട് വന്നു. പിന്നെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സപ്പോർട്ട് എപ്പോഴും എടുക്കാൻ ചാൻസ് ഉണ്ട്. സ്റ്റിൽ നമുക്ക് സപ്പോർട്ടിന് നല്ല ഹോപ്പ് ഉണ്ട്. ബട്ട് സപ്പോർട്ടിൽ നിന്ന് ഒരു ട്രേഡ് എടുക്കണമായിരിക്കും നല്ലത്, മോർ ദാൻ ബ്രേക്ക്ഔട്ടിനേക്കാളും സപ്പോർട്ടിൽ നിന്ന് ട്രേഡ് എടുക്കണമായിരിക്കും ഓപ്ഷൻ ബയേഴ്സിന് എപ്പോഴും നല്ലത്. സോ ആൻഡ് ഇനി നമുക്ക് ക്യാഷ് മാർക്കറ്റ് നോക്കാൻ നേരത്ത് എഫ് ഐ എസിന്റെ ഒരു 1,300+ ക്രോർ സെല്ലിങ്ങും ഡേസ് ഈക്വൽ 1,500 നിയർ ടു 500 ക്രോർ ബൈയിങ് ഉണ്ട്. സോ അപ്പൊ അതാണ് ക്യാഷ് മാർക്കറ്റിൽ പറയാനുള്ളൂ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഫ്യൂച്ചേഴ്സിൽ മീൻസ് എഫ് ഐ എസ് പോസിറ്റീവും ഡി ഐ എസ് നെഗറ്റീവും ആൻഡ് ഓപ്ഷൻസിൽ എഫ് ഐ എസ് നെഗറ്റീവ് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ രണ്ടും അങ്ങാടും ഇങ്ങാടും ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെയാണ് മൂവ്മെന്റ് വരുന്നത്. സോ നാളെ നമുക്കൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആവാനുള്ള ചാൻസസ് ആണ് മാക്സിമം. ആൻഡ് 4 hours ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു രീതിയിലുള്ള പുൾ ബാക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു. ബിക്കോസ് ഇവിടെ നിന്ന് നല്ലൊരു പുൾ ബാക്ക് കിട്ടി. സ്റ്റിൽ നമുക്ക് നെഗറ്റീവ് ക്യാൻഡിൽ ഇവിടെ എവിടെയും വന്നിട്ടില്ല. ആൻഡ് ഇവിടെയും ഇപ്പോഴും നമ്മൾക്കൊരു പോസിറ്റീവ് ക്യാൻഡിലാണ് വരുന്നത്. അത് ബാങ്ക് നിഫ്റ്റിയിലാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂസ്ലി നല്ലൊരു രീതിയിൽ റണ്ണ് അവിടെ നടത്തിയിട്ടുണ്ട്. മേ ബി നാളെ ഒരു കൺസോൾട്ടേഷൻ മാക്സിമം എബോവ് 47,000 മേളിൽ ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് നോക്കാം. ആൻഡ് അപ്പോൾ അതൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടെങ്കിൽ എന്തായാലും 47,500 മേളിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് എന്നാൽ മാത്രമായിരിക്കും ഇനി നമുക്കൊരു റാലി ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളൂ. സോ അപ്പൊ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിലുള്ള ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ്. നമുക്ക് നെഗറ്റീവ് ക്യാൻഡിൽ ആയിട്ട് സ്റ്റിൽ ഇപ്പോഴും ഒന്നുമില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദെൻ ഇനി നമുക്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. നിഫ്റ്റിയും കറന്റ്ലി നമുക്ക് നമ്മൾ പറഞ്ഞ ആ ചാനലിൽ നമുക്ക് ആ ചാനലിന്റെ സപ്പോർട്ട് എടുത്തിട്ട് മേളിലേക്ക് പോവുകയാണ്. ആൻഡ് 22 ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്താണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ നിഫ്റ്റിയും ഒരു പോസിറ്റീവ് തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെ നമുക്കിനി 22,500 തന്നെയാണ് നമുക്കിനി ഒരു കറന്റ്ലി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. സ്റ്റിൽ നിഫ്റ്റിക്കും നമുക്ക് 4 hours ഒരു ലാർജ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിക്കും കറന്റ്ലി നെഗറ്റീവ് ക്യാൻഡിൽസ് ഒന്നും സ്റ്റിൽ ഫോം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. സോ അപ്പൊ അതാണ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസിലൊക്കെ പറയാനുള്ളത്. കറന്റ്ലി നമുക്ക്
നെഗറ്റീവ് ക്യാൻഡിൽസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻസ് ഒറ്റയടിക്ക് ഒരു നെഗറ്റീവ് ട്രേഡിലേക്കൊന്നും ഇപ്പോൾ നോക്കരുത്. മീൻസ് ബിയറിഷ് ട്രേഡ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളൊരു ബിയറിഷ് സെന്റിമെന്റ് അല്ല. മാക്സിമം നാളെ നമുക്ക് രണ്ടും ഒരു ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നാളെ നമുക്ക് എന്താ പറയുക, നമുക്കൊരു കൺസോൾട്ടേഷൻ മൂവ് ആയിരിക്കും ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എക്സ്പയറി ഡേ നമ്മുടെ സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജി എല്ലാവരും ശ്രദ്ധിക്കുക. മിനിമം ലോസ് ആൻഡ് മിനിമം ലോസിൽ തന്നെ അത് ചെയ്യാനും നോക്കുക. ഞാൻ എപ്പോഴും അങ്ങനത്തെ ട്രേഡ് കാര്യങ്ങൾ അത് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾ കംഫോർട്ട് ആണെങ്കിൽ മാത്രം ആ ട്രേഡ്സിലൊക്കെ നോക്കുക. മീൻസ് സൈഡ് വേസ് മാർക്കറ്റിൽ ഹെൽപ്പ് ചെയ്യുന്ന ട്രേഡാണ്. ആൻഡ് കൺഫർമേഷൻ എടുക്കുക, സൈഡ് വേസ് മാർക്കറ്റ് ആണ് എന്നുള്ള കാര്യം കൺഫർമേഷൻ എടുക്കുക. ആൻഡ് അത് നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാക്സിമം നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യും. സോ അപ്പോൾ എല്ലാവരും അതും വാച്ച് ചെയ്യുക. ആൻഡ് എല്ലാവരും ക്യാപിറ്റൽ സേഫ് ചെയ്തുകൊണ്ട് മാത്രം എപ്പോഴും ട്രേഡിൽ കയറാൻ നോക്കുക. ലോസ് ലിമിറ്റ് ചെയ്ത് സ്ട്രാറ്റജീസ് നല്ല സ്ട്രാറ്റജിയിൽ കയറാൻ നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.